ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കറണ്ട് അവസ്ഥയെക്കുറിച്ചാണ്. ലോകം മൊത്തം ഫുട്ബോളിനെ ഇത്രത്തോളം പാഷനേറ്റായി കാണുമ്പോൾ നമ്മുടെ ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ 136 സ്ഥാനം. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബാക്ക്വേർഡായി നിൽക്കുന്നത്? ഫ്രാൻസിനെ നോക്കൂ, അവരുടെ ടീമിലെ ഭൂരിഭാഗം കളിക്കാരും ആഫ്രിക്കയിൽ നിന്നുള്ളവരാണ്. ഇതൊരു റേസിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല കേട്ടോ, ഇതൊരു ഫാക്റ്റാണ്. ഫ്രാൻസ് ആഫ്രിക്കയിൽ നിന്നുള്ള കായിക പ്രതിഭകളെ കൃത്യമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേൾഡ് കപ്പിൽ വിൻ ചെയ്യാനും പറ്റുന്നു. ഉയർന്ന നിലവാരമുള്ള വിദേശത്ത് പരിശീലനം ലഭിച്ച ഇന്ത്യൻ വംശജരായ കളിക്കാരെ ഉപയോഗപ്പെടുത്തി ഒരു മികച്ച സ്ക്വാഡ് നിർമ്മിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യക്ക് കഴിയുന്നില്ല? ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ നിലപാട് തന്നെയാണ് ഇവിടെ പ്രധാനം. അവർക്ക് ഈ നിലവാരം ഉയർത്താൻ യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടോ? ഇന്ന് ഇന്ത്യയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്. എങ്കിലും എന്തുകൊണ്ട് നമുക്ക് റാങ്കിങ്ങിൽ ഇത്ര പിന്നിൽ നിൽക്കുന്നു? കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് ഇന്ന് കഴിയും, എന്നാൽ അത് സംഭവിക്കുന്നില്ല. ഇതിനർത്ഥം ഫുട്ബോൾ അസോസിയേഷൻ കാര്യങ്ങളെ ഗൗരവമായി കാണുന്നില്ല എന്ന് തന്നെയല്ലേ? ഈ 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കിയാൽ ഏറ്റവും മികച്ച പരിശീലകരെ ലോകത്ത് എവിടെ നിന്ന് കൊണ്ടുവരാനും നമുക്ക് കഴിയും. പക്ഷേ അത് സംഭവിക്കുന്നില്ല. ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് നിലവിലുള്ള ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ താല്പര്യമില്ലെന്നാണ്. ഇത്തരം സാഹചര്യത്തിൽ ലോകോത്തര നിലവാരമുള്ള വിദേശ കളിക്കാരെ ഉൾപ്പെടുത്തുക പോലുള്ള പരിഷ്കാരങ്ങൾ അവർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് IPL പോലുള്ള ഒരു ഫുട്ബോൾ ലീഗ് ഇല്ലാത്തത്? ക്രിക്കറ്റിലെ IPL വളരെ പ്രൊഫഷണലായ ലീഗായിരിക്കാം, എന്നാൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗ് 8 മുതൽ 9 മാസം വരെ നീണ്ടു നിൽക്കണം. അതൊരു 2 മാസത്തെ ആഘോഷം പോലെ അവസാനിക്കുന്ന ഒന്നാകരുത്. ഇന്ത്യയിൽ നിലവിലുള്ള ലീഗ് സിസ്റ്റങ്ങൾ തുടങ്ങിയപ്പോൾ നല്ല പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ അതിന്റെ ഗുണനിലവാരം നന്നായി കുറഞ്ഞു. ചൈനയും കൊറിയയും ജപ്പാനെയും നോക്കൂ, അവർ അവരുടെ ലീഗുകളെ എത്ര സ്ട്രോങ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വേൾഡ് കപ്പിൽ സ്ഥിരമായി ക്വാളിഫൈ ചെയ്യുന്നത്. ഒരു രാജ്യം നാഷണൽ സ്പോർട്സിൽ ഉയരണമെങ്കിൽ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കൃത്യമായ ഘടനയുള്ള ലീഗുകൾ മസ്റ്റാണ്. എങ്കിൽ മാത്രമേ മികച്ച പ്രതിഭകളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയൂ. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കായിക രംഗത്ത് വലിയ ഇൻട്രസ്റ്റ് കാണുന്നു. കായിക രംഗം ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ്. വിജയിക്കുമ്പോൾ അത് ആ ജനങ്ങൾക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി ചെറുതൊന്നുമല്ല. എന്തുകൊണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഇന്ത്യയിൽ ആഗോള നിലവാരമുള്ള ഒരു ഫുട്ബോൾ ലീഗ് ഉണ്ടാകുന്നില്ല? നമുക്ക് പണമുണ്ട്, എല്ലാമുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഇതൊന്നും നടക്കുന്നില്ല? അല്ല, ഈ കാര്യങ്ങളിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലുള്ള ഡീകോഡ് വീഡിയോസിനായി നൈൽ ഡീകോഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. താങ്ക് യു.